ഇന്ന് വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ഒരു പോത്തിറച്ചിയാണ് കേട്ടോ, ബീഫ്. ഓക്കെ, വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഗ്യാസ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയും. അതിന് നമ്മൾ ആദ്യം 1 കിലോ ബീഫിൻ്റെയാണ് കേട്ടോ ഇത്. 1 കിലോ ബീഫ് നമ്മൾ കുക്കറിൽ മഞ്ഞളും കുരുമുളകും ഉപ്പും മാത്രം ഇട്ടൊന്ന് വേവിച്ചിട്ടുണ്ട്. അത് കുറച്ച് മൂത്ത ഇറച്ചിയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. ഇതൊരു നൈറ്റ് ടൈമൊക്കെ ഉണ്ട്, അപ്പോൾ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിൽ 2 അടി അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ചെറിയ ഉള്ളി അത്യാവശ്യം വേണം. ബീഫ് കറിയിൽ ചെറിയ ഉള്ളി നല്ല ടേസ്റ്റാണ്. എത്ര ചെറിയ ഉള്ളി അടിയണോ അത്രയും ബീഫ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. സവാള കൂടിപ്പോയി ഒരു മധുര ടേസ്റ്റ് വരും. പക്ഷെ ഞാൻ ഇവിടെ 2 ചെറിയ സവാള എടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ എടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുണ്ട്, ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയാണ് ഇവിടെ കാണുന്നത്. അതുകൂടാണ്ട് ഞാനിവിടെ കുറച്ച് കാശ്മീരി മുളക് പൊടി, അതുപോലെ നമ്മുടെ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾ, കുറച്ച് മീറ്റ് മസാല, കുറച്ച് ഗരം മസാല ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ബീഫ് കറിക്ക് നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടും മസാലയുടെ ടേസ്റ്റിനനുസരിച്ചിട്ടും ഇത് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യാം. നമ്മുടെ ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മൾ നല്ല വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ അരയ്ക്കാണ്ട് തന്നെ നല്ല നാടൻ ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ, അധികം ഒഴിക്കേണ്ട. ബീഫിൽ നെയ്യ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇത്ര പാകത്തിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യം ഇടാൻ പോണത് നമ്മുടെ ചെറിയുള്ളിയാണ്. കണ്ടോ സൗണ്ട് വരുന്ന എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. അതിൽ നമ്മുടെ ചെറിയുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂക്കണം കേട്ടോ. അടുപ്പിലുണ്ടാക്കുന്ന കറിക്ക് എപ്പോഴും നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഗ്യാസിൽ വെക്കുന്നതിനൊക്കെ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ അടുപ്പിൽ ചൂട് എല്ലാ സ്ഥലത്തും എത്തും. അതാണ് അതിനിത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതൊന്ന് ജസ്റ്റ് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആ 2 സവാളയും കൂടി ഇടാം കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സവാള ഉണ്ട്. 2 സവാള ഞാൻ എടുത്തിട്ടുള്ളൂ, കാരണം ചെറിയുള്ളി ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ഇടാം. ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇറങ്ങാം. ഇത് നമ്മളിതൊന്ന് ജസ്റ്റ് വെന്ത് കിട്ടും. കുറച്ച് ഉപ്പിടാം. ഓൾറെഡി കുറച്ച് ഉപ്പ് നമ്മൾ ബീഫ് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരിത്തിരി മാത്രം ഇട്ടാൽ മതി. പിന്നെ ആവശ്യാനുസരണം നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ഉണ്ടാക്കാം. ചതച്ചത് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നമുക്കിതിൽ ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ ഇതൊക്കെ ഏകദേശം ഒന്ന് ഈ ഒരു പരുവത്തിൽ വാടി വന്നിട്ടുണ്ട്. വല്ലാണ്ടൊന്നും വാടിയിട്ടില്ല, ജസ്റ്റ് ഒന്ന്. ഇനി ഈ ഒരു ഇതിൽ തന്നെ കിടന്നിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പെരിഞ്ചീരകവും കൂടി ഒന്ന് ചതച്ചത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ബീഫിൽ പെരിഞ്ചീരകം കൂടി ഒരിത്തിരി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും മണമൊക്കെ കിട്ടും. അപ്പം നമ്മൾ അതും കൂടി ആഡ് ചെയ്യാണ്. ഇതൊന്ന് നന്നായിട്ട് ശരിക്കും കിടന്നാവണം കേട്ടോ. നന്നായി വാടിയതിനു ശേഷം നമുക്ക് വറുത്ത് വെച്ച മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബീഫ് കറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. ലക്കിമോള് നല്ല ബീഫിൻ്റെ മണം അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കാത്തിക്കുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിലൊരു അംഗം തന്നെയാണ് കേട്ടോ. ഇവളില്ലെങ്കിൽ ഈ വീട്ടിലൊരു ഒച്ചയും ബഹളം ഒന്നും ഉണ്ടാവില്ല. ഇവളാണ് ഇവിടുത്തെ മെയിൻ. അടുപ്പ് നന്നായിട്ട് കത്തുന്നുണ്ട്. ജസ്റ്റ് 2 വിറകിട്ടുള്ള അമ്മേനെ കൊണ്ടാണ് ഞാനിത് കത്തിപ്പിച്ചത്. എനിക്കിത്ര പ്രൊഫഷണലായിട്ടൊന്നും കത്തിക്കാൻ അറിയില്ല കേട്ടോ. പക്ഷെ അടുപ്പിൽ എനിക്ക് ഉണ്ടാക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. എനിക്ക് ആ പഴയതൊക്കെ ഫോളോ ചെയ്യാൻ ഇപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ ഒരു പരുവം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചോറ് വീട്ടിൽ ദിവസവും വെക്കാൻ അടുപ്പിലാണ് കേട്ടോ. ഗ്യാസിലല്ല ചോറ് വയ്ക്കാം, എപ്പോഴും അടുപ്പിലാണ്. ഇതൊക്കെ നാട്ടിലെ കാഴ്ചകളാണ്. ഇതൊന്നും നമുക്ക് പുറത്തൊരു ഫ്ലാറ്റിലോ കാര്യങ്ങളിലോ ഒന്നും നിൽക്കുമ്പോൾ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞത് ഇന്ന് നമുക്ക് അടുപ്പിലുണ്ടാക്കാം ബീഫ് കറി. എന്ന് എൻ്റെ ഷാഡോമോൻ അവിടെ കുറയ്ക്കുന്നുണ്ട്. വേറൊരു ലാബ്രഡോർ ഉണ്ട് കേട്ടോ അവിടെ. ലിക്കുമോള് ഞാൻ എന്താ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവള് ഇങ്ങനെ അടിപൊളിയായിട്ട് കാത്തിരിക്കുകയാണ്. നല്ല രസമായിട്ട് അവളെ കാണാൻ. നല്ല ടൈം പാസ്സാണ് ഇവിടുത്തെ. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കാണിച്ചുതരാം. ഇത്ര നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ച പൊടികളാണ്. ഇതിലെന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്,
മീറ്റ് മസാല ഉണ്ട്, കുറച്ച് ഗരം മസാല ഉണ്ട്. ഇത്രയും ഐറ്റംസ് ഇട്ടിട്ടുള്ളൂ. കുറച്ച് മല്ലിപ്പൊടിയുടെ അളവ് വളരെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇത് മൂത്ത് വന്ന ഉള്ളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മൂത്ത് വന്ന ഉള്ളിയിലേക്ക് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ മസാലപ്പൊടി ഉള്ളിയിലും കൂടി ഒന്ന് നന്നായിട്ട് ചേരണം. അധികം കുത്തണ മസാലകളൊന്നും ഇട്ടിട്ടില്ല, എല്ലാം പാകത്തിന്. ഈ കുക്കറിൽ 2 അടി അടിച്ച് വെച്ച് വേവിച്ച ബീഫ് ഒന്നും അല്ലേ, അതാണ് ഈ കാണുന്നത്. അത് ഞാൻ ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. ബാക്കി ഇതിൽ കിടന്ന് വേവും. ജസ്റ്റ് അതിൻ്റെ വെള്ളം ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രേവിക്കുള്ളതാവും. ഇനി നമുക്ക് ഈ ഇറച്ചിയും കൂടി ഇതിലേക്ക് ഇടാം. നല്ല ചൂടുണ്ട്. അപ്പോൾ എല്ലാം നമ്മളിതിലേക്ക് ഇട്ടു. അപ്പോൾ നമ്മുടെ ആ ഗ്രേവിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ബീഫും കൂടി ഇട്ടിരിക്കുകയാണ്. ഇത് നോക്കിയൊക്കെ അതിൻ്റെ കളർ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഈ ബീഫ് മൊത്തമായിട്ട് വെന്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് 2 അടി നമ്മൾ കുക്കറിൽ അടിച്ചുള്ളൂ. ബാക്കി ഈ ഗ്രേവിയിൽ കിടന്ന് വേവണം. ഒരു എളുപ്പപ്പണി ആ കുക്കറിലടി, ഇല്ലെങ്കിൽ മൊത്തത്തിൽ വെക്കുമ്പോൾ സമയം കുറേ ആവും. അപ്പം നിങ്ങൾക്ക് ഇതിൽ തന്നെ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ കുക്കറിൽ അടിച്ചിട്ടാണ് വെച്ചത്. ഇതിൽ ഉപ്പുണ്ടോ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പാകത്തിനത്തുള്ള മൂടി വെച്ചിട്ട് നമുക്കിത് അടച്ചേക്കാം. അപ്പോൾ ഒന്നും കൂടി വെള്ളമൊക്കെ ഇറങ്ങി വരും, അതൊന്ന് വേവും ചെയ്യും കേട്ടോ. അപ്പം നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്കും തുറന്ന് ഇളക്കണം. അടുപ്പായതുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നല്ല കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കറി ഒന്ന് അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല കുറച്ച് മതി. അധികം ഗരം മസാലയുടെ ടേസ്റ്റായ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. പാകത്തിന് ഞാനൊരു ചെറിയ ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഈ ബീഫിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ അല്ല 2 ടീസ്പൂൺ കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് കുറച്ചും കൂടി വെന്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറിൽ നല്ല കുറുകിയ ചാറായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇങ്ങനെ വിതറി കൊടുക്കാം. വേണമെങ്കിൽ ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടി വിതറിയിട്ട് നമുക്ക് ബീഫ് കറി ഇവിടെ അവസാനിപ്പിക്കാം. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ടുള്ള ബീഫ് കറിയാണ് കേട്ടോ. ഇത്രയും മതി. വേണ്ട ഇതിൻ്റെ ഇത്രയും നല്ല തിക്കായിട്ടുണ്ട്. ഇത് ഓൾറെഡി ഞാൻ കുറച്ച് കുരുമുളക് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ 1 സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അടിപൊളി കറിയാണ്. ഇതുണ്ടോ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ നാടൻ ബീഫ് വേപ്പ്. താങ്ക് യു ഫോർ വാച്ചിങ്.